സെമിനാരിയിൽ പോയിട്ടും വഴിതെറ്റാത്ത വൈദികൻ. ഈ വൈദികൻ ആരാണെന്ന് എനിക്കറിയില്ല. ഏത് രൂപതയിലാണെന്നോ ഏത് ഇടവകയിലാണെന്നോ അറിവില്ല. പക്ഷേ പറയുന്നതെല്ലാം വളരെ സത്യമാണ്. ഇതുപോലെ സത്യസന്ധമായി വിശ്വാസികളുമായി സംവദിക്കുന്ന ഒരു വൈദികനെ ഇന്ന് നമുക്ക് കാണുവാൻ കിട്ടുകയില്ല. സെമിനാരി പഠനമൊക്കെ കഴിയുമ്പോൾ ഇവരുടെ ആ സംസാര സ്റ്റൈൽ എല്ലാം മാറും, വളരെ ആർട്ടിഫിഷ്യലായി മാറും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്രകാരം ഒരു ശീർഷകം നൽകിയത്, സെമിനാരിയിൽ പോയിട്ടും വഴിതെറ്റാത്ത വൈദികൻ എന്ന്. ആ വൈദികൻ്റെ ഉള്ളു തുറന്നുള്ള ആ സംസാരം നമ്മൾ കേട്ടിരുന്നു പോകും. ലോഹയിട്ട് ദൈവത്തെ അറിയാതെ ഉഴലുന്ന പാതിരികളുടെ ഇടയിൽ സത്യദൈവത്തെ കണ്ടെത്തിയ ആ വൈദികൻ്റെ വാക്കുകൾ കേൾക്കുക. ചില വീടുകളിൽ ചെന്നാൽ ഞാനും കൊച്ചച്ഛനായിട്ട് നടന്നിട്ടുണ്ട്, ചില അച്ഛന്മാരുടെ പുറകെ. അപ്പൊ എനിക്കുണ്ടായ അനുഭവം, ചില വീട്ടിൽ ചെന്ന അച്ഛൻ അടിപൊളി പ്രാർത്ഥന, കർത്താവേ യേശുവേ ഈ ഭവനത്തെ മൊത്തം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രാർത്ഥന. ചില വീട്ടിൽ ചെന്നാലോ, ഒരു പാവപ്പെട്ട വീടാണെങ്കിൽ കഴിഞ്ഞു, വലിയ പ്രാർത്ഥനയൊന്നുമില്ല, കർത്താവേ യേശുവേ ഈ പ്രാർത്ഥന ഈ ഭവനത്തെ കത്തോളൂ. പണ്ട് ഞങ്ങൾ ഡീക്കന്മാരായിരിക്കുമ്പോൾ അച്ഛൻ ഞങ്ങൾക്കൊരു ധ്യാനത്തിനൊരു പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛനും കൊച്ചച്ഛനും കൂടെ ഭവന വിസിറ്റിന് പോയി. ഒരു സംഭവമാണ്, കഥയായിട്ട് വേറെ ആരോടും പുറത്തൊന്നും പറയണം, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അച്ഛനും കൊച്ചച്ഛനോട് ഭവന സന്ദർശനത്തിന് പോയി. ആദ്യമേ അടിപൊളി ഒരു വീട്, നല്ല ഡോവർമാനൊക്കെ ഉള്ള വീട്, ഡോവർമാൻ പട്ടി റിമോട്ട് വെച്ച് ഗേറ്റ് തുറക്കും. പിന്നെ മുറ്റത്തോട്ട് ടൈൽസ് ഇട്ടിരിക്കുക, മൊത്തം കംപ്ലീറ്റ് ടൈൽസ്. പിന്നെ പൂന്തോട്ടം, അങ്ങനെ വേണ്ട സർവ്വ വലിയ ഗംഭീരമായ വീട്. ബെല്ലടിച്ച് അച്ഛനും കൊച്ചച്ഛനും വാതിക്കെ നിൽക്കുക. കുറേ കഴിഞ്ഞപ്പം ഗേറ്റ് തന്നെ തുറന്നു. അച്ഛനും കൊച്ചച്ഛനോട് അകത്ത് കയറി വീടിനകത്ത് ചെന്നപ്പോൾ ഒരു ചേച്ചി, വളരെ മനോഹരിയായ സുന്ദരിയായ വെളുത്ത് പൂച്ചക്കണ്ണൊക്കെ ഉള്ളൊരു ചേച്ചി. നമുക്കതൊക്കെയാണല്ലോ സൗന്ദര്യത്തിൻ്റെ ലക്ഷണം. നമുക്കങ്ങനെ പെണ്ണിന് പൂച്ചക്കണ്ണും സൗന്ദര്യവും ഇങ്ങനെയൊക്കെ, ഇതൊക്കെ. അതുകൊണ്ട് നമ്മുടെ കർത്താവിനെ നമുക്ക് അങ്ങനെ കാണാൻ ഇഷ്ടം. പൂച്ചക്കണ്ണൊക്കെ ഉള്ള കർത്താവ്, ചെമ്പമുടിയുള്ള കർത്താവിന് ഇവിടെ ചെമ്പമുടിയൊക്കെ വന്നതെന്ന് എനിക്കും അറിയത്തില്ല. അതുപോട്ട്. അപ്പോൾ ഇതൊക്കെയായിട്ട് ഈ വീട്ടിനകത്ത് കയറി ഉടനെ തന്നെ ഈ ചേച്ചി, അയ്യോ അച്ഛാ വരൂ ഇരിക്കും ഉടനെ അവിടെ ഇരിക്കുന്നുള്ള കസേരകളൊക്കെ ഇട്ട് കൊടുത്തു. ഭയങ്കര മനോഹരമായ കസേര ഇരുന്നു. അങ്ങനെ ഇരുന്നു. അച്ഛനെ അത് കഴിഞ്ഞ് എന്നെ കൊണ്ടടി, എന്നെ കെട്ടിയവൻ എന്ത് പറയുന്നു, അത് പറയുന്നു, ഇത് പറയുന്നു ഒക്കെ കുറേ വർത്താനമൊക്കെ പറയും. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചേച്ചി വയ്ക്കുന്നത്, വെള്ളം എടുക്കട്ടെ അച്ഛാ? ഓ വേണ്ട. ഒരു വെള്ളം കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. അച്ഛൻ ദീർഘമായൊരു പ്രാർത്ഥന നടത്തിയ വലിയൊരു ആശീർവാദമൊക്കെ കൊടുത്തു. ഭയങ്കരമായ തലയെ കൈവച്ച് ഭയങ്കര ഒരു അനുഗ്രഹിച്ച് ദീർഘമായിട്ട് കൊടുത്തു. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് 2 വളവ് തിരിഞ്ഞ് കഴിയുമ്പോൾ ഒരു കലിങ്കുണ്ട്. ആ കലിങ്കിൻ്റെ സൈഡിൽ ഒരു കുടിലുണ്ട്. അതും ആ ഇടവകയിലെ അംഗങ്ങളാണ്. അവിടെ ഒരു അമ്മ ഒരു 4-5 കാക്കരി ബുക്കിൽ പിള്ളേർ മൂക്കളെയൊക്കെ ഒലിപ്പിച്ച് തുണിയില്ല തുത്തലും ഇല്ലാതെ ഇങ്ങനെ നടക്കുക അതിലേ കൂടെ. അത് ഒരെണ്ണം ഇച്ചിരി വലുതായിരുന്നു. അയ്യോ അമ്മേ, അച്ഛന്മാർ വന്നെന്ന് പറഞ്ഞ് കൊച്ചു കൈയും കാലും ഇട്ട് അടിക്കാൻ തുടങ്ങി. ഉടനെ തന്നെ അച്ഛൻ വളരെ വിഷമിച്ച് അകത്തോട്ട് കയറി. ഈ ചേച്ചിയാണെങ്കിൽ നാണക്കേട് കൊണ്ട് കീറി പറഞ്ഞ സാരി എല്ലാം സെറ്റ് ചെയ്ത് ഒതുക്കി അവിടെ ഇരിക്കുന്ന കലമൊക്കെ എടുത്ത് ഉടനെ തന്നെ സ്റ്റൗ വെച്ച്, അച്ഛ ചായ എടുക്കട്ടെ എന്ന് ചോദിച്ച് കട്ടിലേൽ ഇരിക്കാനുള്ള സൗകര്യം വെച്ചിട്ട് തോർത്തൊക്കെ വിരിച്ചിട്ട് ഒരു വെള്ള തോർത്തെടുത്ത് വിരിച്ച്, അവിടെ ആ പട വെള്ളയായിട്ടുണ്ടായിരുന്ന തോർത്ത, ബാക്കി മുഴുവനും കറുത്തിരിക്കുക ചെളി പിടിച്ച്. അപ്പോൾ അതൊക്കെ ഇരുത്തി അമ്മ രണ്ടുപേരെ അവിടെ ഇരുത്തി കഴിഞ്ഞിട്ട് ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചു. ഈ സാരിയും ഈ ചേച്ചിയുടെ ഷേപ്പും കളറും എല്ലാം കൂടെ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞ് വേണ്ട. ഇങ്ങോട്ട് ഇറങ്ങി 2 വീടും കഴിഞ്ഞപ്പം വല്യച്ഛൻ കൊച്ചച്ഛൻ ഒരു ഉപദേശം, മകനെ നീ കണ്ടോ ആദ്യത്തെ വീട് എന്ത് ദൈവാനുഗ്രഹമുള്ള വീട്, 2ാമത്തെ വീട് കണ്ടോ ഒരു ദൈവാനുഗ്രഹം ഇല്ലെന്ന്. ഇതാണ് നമ്മുടെ ദൈവാനുഗ്രഹം നമ്മൾ നിശ്ചയിക്കുന്നത്. എന്നാൽ നിങ്ങളൊന്ന് ഓർത്തേ, അവിടെ 3-4-5 പിള്ളേരുണ്ട്, ഒറ്റയ്ക്കല്ല അമ്മച്ചി. അവളുടെ കെട്ടിയവൻ കണ്ടത്തിലാണ്ട് പണിക്ക് പോയിരിക്കുകയാണ്. സന്തോഷത്തോടെ അവർ കഴിയോ ഇല്ലായ്മയിൽ. അതാണോ ദൈവാനുഗ്രഹം? അവിടെ ചേച്ചിയുണ്ട്, ഡോവർമാനും ഉണ്ട്, വേറൊന്നുമില്ല. ഒരു ചേച്ചി ഒരു ഡോവർമാനും മാത്രമുള്ള വീട് ദൈവാനുഗ്രഹം ഉള്ളതെന്ന് ടൈൽസൊക്കെ കണ്ടിട്ട് അച്ഛൻ പറഞ്ഞ. ഇതാണ് നമ്മുടെ ദൈവാനുഗ്രഹം നിശ്ചയം. വീടിന്റെ വലിപ്പം കണ്ടും കാറുകളുടെ എണ്ണം കണ്ടും ഒക്കെയാണ് നമ്മൾ ദൈവാനുഗ്രഹം നിശ്ചയിക്കുന്നത്. ഇതൊന്നും ദൈവാനുഗ്രഹമാണെന്ന് ചിന്തിക്കരുത്, മണ്ടത്തരമാണ്. ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവകൃപയുണ്ടോ നിനക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാവും. എന്നിട്ട് എന്നെ എടുക്കാനായിട്ടാ സമ്പൽ സമൃദ്ധി ഉണ്ടാകാനായിട്ട്? ജീവിതകാലം മുഴുവൻ ഗൾഫിലും അവിടെ ഇവിടെ എല്ലാം പോയി കിടന്ന് കഷ്ടപ്പെടും. എന്നിട്ട് ആയുസ് തീരാറാകുമ്പോൾ ഇങ്ങോട്ട് വരും. എന്നിട്ട് പിന്നെ ആശുപത്രി കൊണ്ട് ഈ പൈസ മുഴുവൻ കൊടുത്ത് തീർക്കും, സമാധാനം. എന്നാൽ ഇവിടെ ആയിരിക്കുമ്പോൾ ഇച്ചിരി സന്തോഷത്തോടു കൂടി ആ ഭാര്യയും പിള്ളേരെയൊക്കെ കൂടി ഇടയ്ക്ക് ഏതെങ്കിലും ഒരു പള്ളിയിലൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിച്ച്, നമ്മുടെ ഇടവ പള്ളിയിൽ തന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച്, അല്ലെ എവിടെയെങ്കിലുമൊക്കെ സ്ഥലങ്ങളൊക്കെ ഇടുക്കി ഡാമൊക്കെ ഒന്ന് പോയി കാണുമോ? ഒന്നും ചെയ്യത്തില്ല. ദൈവം നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലെ വെറുപ്പും വിദ്വേഷവും കൊണ്ട് നമ്മൾ നടക്കുന്നതുകൊണ്ട് ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് സ്വയം വഞ്ചിക്കപ്പെടാൻ താല്പര്യമായിട്ട് നിൽക്കുകയാണ്. കാരണം എന്നെ വഞ്ചിക്കാനായിട്ട് ഞാൻ തന്നെ വിട്ടുകൊടുത്തിരിക്കുക, എന്നെ വഞ്ചിച്ചു എന്ന് പറഞ്ഞു. അത് വിശ്വാസത്തിന്റെ കാര്യത്തിൽ അത് തന്നെയാണ്. അതുകൊണ്ട് വിശ്വാസത്തിൽ നിങ്ങളെ ആരും ചൂഷണം ചെയ്യാതിരിക്കട്ടെ. നിങ്ങളുടെ മൃദുല വികാരങ്ങളെയും നിങ്ങളുടെ പരാജയങ്ങളെയും ആരും ചൂഷണം ചെയ്യാതിരിക്കട്ടെ. നിങ്ങളുടെ വേദനകളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ, നിങ്ങളുടെ രോഗങ്ങളെ ഒരാൾ നിങ്ങളെ ചൂഷണം ചെയ്യാതിരിക്കട്ടെ. ശരിയാണ് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വേദനകളും പരാജയങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ നിസ്സഹാരായി പോകും. ആരെന്നെ ഇതിൽ നിന്ന് രക്ഷിക്കും എന്ന ചിന്തയുമായിട്ട് നമ്മളോട്. എനിക്കൊരു ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്കിന്
ഒരാൾ എന്നെ വിളിച്ചിട്ട്, ഒരച്ഛൻ എന്നെ ഫോൺ വിളിച്ചിട്ട്, നിനക്ക് കുറേ നാളുകളായിട്ട് പ്രശ്നങ്ങളാണ് കേട്ടോ, നീ എത്രയും പെട്ടെന്ന് ഞാനൊരു ധ്യാന കേന്ദ്രത്തിൻ്റെ അഡ്രസ്സ് തരാം, നീ അവിടെ പോയി ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നച്ച, എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ഏറ്റവും വലിയ ധ്യാനം വിശുദ്ധ കുർബാനയാണ്. അതിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയില്ലെങ്കിൽ ലോകത്ത് ഞാൻ എവിടെ പോയാലും ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ജീവിച്ചോളാം. കല്ലെറിയുന്നവർ എറിഞ്ഞോട്ടെ, വസ്ത്രാക്ഷേപം ചെയ്യുന്നവർ ക്ഷയിച്ചോട്ടെ, അപ്പം എനിക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും പറ്റുന്നില്ല. പറയേണ്ടവരെ കിടന്ന് പറയട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.